ഹായ് വെൽക്കം ടു എജു വേൾഡ്. സോ നമ്മളിന്ന് ഫുഡ് സ്പോയിലേജിൻ്റെ ബാക്കി ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഫുഡ് സ്പോയിലേജ്, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. സോ അതിനുള്ള ബാക്കി കണ്ടൻറ്റുകളാണ് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഫുഡ് സ്പോയിലേജ് എന്ന് ജസ്റ്റ് നോക്കാം. സോ ഇതിൽ ഫുഡ് സ്പോയിലേജ് എന്താണ്, ഇനി ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഫുഡ് സ്പോയിലായി നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പിന്നെ അതുപോലെ ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഫുഡ് സ്പോയിലാകുന്നത്, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഫുഡ് സ്പോയിലേജ് ഇസ് എ പ്രോസസ് ഓർ change which renders a product undesirable or unacceptable for consumption. This complex ecological phenomenon is the outcome of biochemical activity of microbial process which will dominate according to the prevailing ecological conditions. So food സ്പോയിലേജ് എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ, അത് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലാതെ ആക്കുന്ന അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫോമിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇതൊരു കോംപ്ലക്സ് എക്കോളജിക്കൽ ഫിനോമിനയാണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ ഒരു ഫുഡ് സ്പോയിലേജ് നടക്കുന്നത്. അതായത് ബയോളജിക്കലി ഉള്ള ഇതും അതുപോലെ കെമിക്കൽ, ഫുഡിൻ്റെ അകത്ത് തന്നെയുള്ള കെമിക്കൽസ്, ബയോളജിക്കലി എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള ജീവനുള്ള ഇത് കാരണം, അതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ബയോകെമിക്കൽ എന്ന് പറയുന്നത് ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സാണ്. സോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ ഫുഡിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് അത് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു ഫോമിലോട്ട് മാറുന്നതിനാണ് നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഫുഡ് സ്പോയിലായി എന്ന് മനസ്സിലാക്കാം, ഇനി എന്തൊക്കെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഒരു സ്പോയിൽഡ് ഫുഡിലുള്ളതെന്ന് നോക്കാം. ഇത് ഒരു സ്പോയിൽഡ് ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറിൽ മാറ്റം ഉണ്ടായിരിക്കും, ചേഞ്ച് ഇൻ കളറായിരിക്കും. നമ്മൾ ഉദാഹരണം ഒരു ബനാന എടുത്ത് കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ അത് കളർ ചേഞ്ച് ചെയ്ത് പോകുമല്ലേ. കളർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഫുഡ് സ്പോയിലാകാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ സ്പോയിലായി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതുപോലെ ചേഞ്ച് ഇൻ കൺസിസ്റ്റൻസി. സോ പാല് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ അത് പിരിന്നു പോകും അല്ലേ, ഇതായി പോകത്തില്ലേ, പിരിന്ന് തൈര് കണക്കാവത്തില്ലേ. സോ അതെന്താണ്, അതൊരു സ്പോയിലേജാണ്. മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ എന്തോ പറ്റി, നോർമലി ഇരിക്കേണ്ട മിൽക്ക് പിന്നെ എന്താവും, അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാറ്റം വരും. അതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് മിൽക്ക്. ഇനി ചേഞ്ച് ഡ്യൂ ടു മെക്കാനിക്കൽ ഡാമേജ്. സോ നമ്മൾ പുറമേ നിന്നുള്ള ഡാമേജ് കാരണം വരുന്ന ചേഞ്ചസ്, അതായത് മുട്ടയുടെ ഷെല്ല് പൊട്ടുക, നമ്മുടെ കയ്യിൽ നിന്നോ എങ്ങനെയെങ്കിലും വീണ് അത് ഷെല്ല് പൊട്ടുക. സോ അതെന്താണ്, അതൊരു സ്പോയിലേജാണ്. അതുപോലെ ചേഞ്ച് ഇൻ ടെക്സ്ചർ, നമ്മുടെ ഫുഡ് നോർമൽ ഒരു ഫുഡിൻ്റെ ടെക്സ്ചർ മാറും. അതായത് ഉദാഹരണം ക്യാരറ്റ്, അതുപോലെ ബീൻസ്, സോ അങ്ങനെയുള്ള പൊട്ടറ്റോസിലൊക്കെ എന്ത് പറ്റും, ചെറിയ ചെറിയ റോട്ട് സമയത്ത് അഴുകത്തില്ലേ. സോ അഴുകി പോകുക എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ടെക്സ്ചറിൽ വരുന്ന ഒരു മാറ്റമാണ്. സോ അപ്പോൾ അതെന്താണ്, ഒരു റീസണാണ്. ചേഞ്ച് ഇൻ ടെക്സ്ചർ മാറും, അതുപോലെ ചേഞ്ച് ഇൻ സ്മെല്ല്. സോ ഫസ്റ്റ് നമ്മളൊരു ഫുഡ് സ്പോയിലായി എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ സ്മെല്ലായിരിക്കും അല്ലേ. നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു ഓഫ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. അതായത് അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫുഡ് സ്പോയിലായി എന്ന് മനസ്സിലാക്കാം. ഇനി മേജർ കോസസ് ഓഫ് സ്പോയിലേജ് ആണ് പറയുന്നത്. ഇനി 3 രീതിയിൽ നമുക്ക് ഫുഡ് സ്പോയിലാകാം. അത് ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. സോ ഈ 3 രീതിയിലൂടെ ഫുഡ് സ്പോയിലാവാം. ബയോളജിക്കൽ എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളുടെ സഹായം കൊണ്ട്, അതായത് മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ ഫുഡ് എൻസൈംസ്, ഫുഡിലുള്ള ഒരു ഫുഡിൻ്റെ അകത്ത് തന്നെയുള്ള എൻസൈംസ് കാരണം വരുന്നത്, അതുപോലെ പുറത്തു നിന്ന് വരുന്ന ഇൻസെക്ട്സുകൾ, പെസ്റ്റുകൾ, റൊഡൻസ്, സോ ഇവരുടെയൊക്കെ പ്രസൻസ് കാരണം വരുന്ന സ്പോയിലേജ്. സോ അതിന് നമുക്ക് ബയോളജിക്കൽ എന്ന് പറയാം. ഫിസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് വരുന്ന ഓക്സിജൻ, ലൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടുവരുന്നത്. സോ ഈ ഓക്സിജൻ ലൈറ്റിൻ്റെയൊക്കെ പ്രസൻസ് കാരണം റിയാക്ഷൻസ് നടന്ന് ഉണ്ടാകുന്ന സ്പോയിലേജ്. സോ അത് ഫിസിക്കൽ റിയാക്ഷൻ സ്പോയിലേജ്, ഫിസിക്കൽ കോസ് ഓഫ് സ്പോയിലേജ് എന്ന് പറയാം. ഇനി കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചറോ pHO, സോ അതല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രസൻസ്, അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് കാരണം വരുന്ന ചേഞ്ചസിന് അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടും എന്താകാം, ഫുഡ് സ്പോയിലാകാം. ഇനി വേറെ റീസൺസ് എന്ന് പറയാം, മെയിൻ റീസൺസ് ഫുഡ് സ്പോയിലാകാൻ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെ ഫുഡിലാണ്, ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒരുപാട് ഫസ്റ്റ് വീഡിയോയിൽ ഫുഡ് മൈക്രോബയോളജി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആക്ടിവിറ്റീസ് ഓഫ് ഫുഡ് എൻസൈം, ഓരോ ഫുഡിൻ്റെ അകത്തും എൻസൈംസ് ഉണ്ടല്ലേ, ഈ എൻസൈംസ് കാരണം ഫുഡ് എന്താവാം, സ്പോയിലാകാം. ഇനി അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് ഹോൾഡിംഗ് ടെമ്പറേച്ചർ, ഇനി ഓരോ ഫുഡിനും അത് വെച്ചിരിക്കേണ്ട ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലേ. സോ മിൽക്ക്, പാല് നമ്മൾ ഒരുപാട് നാൾ
വെളിയിൽ വെച്ചിരുന്ന അത് പെട്ടെന്ന് എന്താവും, നോർമലി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് അത് ചീത്തയായി പോലെ. അപ്പം അതിൻ്റെ പ്രോപ്പർ ടെമ്പറേച്ചറിലല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്പോയിലായി പോകും. അതുപോലെ ഗെയിൻ ഓർ ലോസ് ഓഫ് മോയ്സ്ചർ, ആ ഫുഡ് കണ്ടൻറ്റിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയുകയോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോയിലാകാം. പിന്നെ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് ലൈറ്റ് കോസിങ് റാൻസിഡിറ്റി ആൻഡ് കളർ ചേഞ്ച്. സോ അതുപോലെ ഓക്സിജൻ അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പ്രസൻസിൽ അതിൽ റാൻസിഡായി പോകാം, അല്ലെങ്കിൽ കളർ ചേഞ്ചസും നടക്കാം. ഇനി അതുപോലെ ഫിസിക്കൽ സ്ട്രെസ് ഓർ അബ്യൂസ്, പുറമേ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സുകൾ മരങ്ങളിൽ നിന്ന് പിച്ചുകയാണെങ്കിൽ അത് ഡയറക്റ്റ് തറയിൽ വീണ് കഴിയുമ്പോൾ അവിടെ എന്ത് പറ്റും, ഇത് ചതഞ്ഞ് അവിടെ എന്ത് പറ്റും, സ്പോയിലാകും. സോ അപ്പോൾ ഫിസിക്കൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ അബ്യൂസ് കാരണം ഫുഡ് സ്പോയിലാകാം. പിന്നെ അതുപോലെ ഡാമേജ് ഡ്യൂ ടു പെസ്റ്റ്, ഇൻസെക്റ്റ് ആൻഡ് റോഡൻസ്, പുറത്ത് നിന്നുള്ള പെസ്റ്റുകളോ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളോ റോഡൻസുകളോ, സോ ഇവരുടെയൊക്കെ കാരണം ഫുഡ് സ്പോയിലാകാം. അതുപോലെ നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഇൻ ഫുഡ്, ഓക്സിഡേഷൻ ആൻഡ് മെക്കാനിക്കൽ ഡാമേജ്. സോ അതല്ലാതെ എൻസൈമാറ്റിക് അല്ലാതെ വരുന്ന റിയാക്ഷൻസ് കാരണം, എൻസൈംസിൻ്റെ പ്രസൻസ് ഇല്ലാതെ ചൂട് കൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ടോ ഒക്കെ വരുന്ന റിയാക്ഷൻസ്, സോ അതിലൂടെ വരുന്ന അങ്ങനെയും എന്താവാം, ഫുഡ് സ്പോയിലായി പോകാം. ഇനി അടുത്ത ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ പറയുകയാണ്. സ്പോയിലേജ് ഡ്യൂ ടു എൻസൈമാറ്റിക് ആക്ടിവിറ്റി. എൻസൈംസ് ആർ കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസ് which are present in all living organisms and tissues that control metabolic process. എൻസൈംസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണല്ലേ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും അല്ലെങ്കിൽ ടിഷ്യൂസിലും ഈ എൻസൈംസ് കാണും. ഇവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സുകൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് എൻസൈംസുകളുണ്ടല്ലേ, അത് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം പഠിച്ചിട്ടില്ലേ. സോ അതുപോലെ തന്നെ ഓരോ ഫ്രൂട്ട്സിലും നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലും പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഇനി ഈ എൻസൈംസ് കാരണം എന്തുണ്ടാവാം, സ്പോയിലേജ് സംഭവിക്കാം. എൻസൈമാറ്റിക് സ്പോയിലേജ് എന്ന് പറയുന്നത് ഫുഡ് ഡിറ്റീരിയോറേഷൻ എന്ന് പറയാം നമുക്ക്. അതായത് എൻഡോജനസ് എൻസൈംസ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എൻസൈംസിനാണ് എൻഡോജനസ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഹാർവെസ്റ്റ് സെനസൻസ് ആൻഡ് സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, അതായത് നമ്മൾ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് കുറേ കാലം ഇരിക്കും. സെനസൻസ് എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. ഒരു ഏജിങ് കഴിയുമ്പോഴത്തേക്ക് റൈപ്പാകും അല്ലെങ്കിൽ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും എന്തായി തുടങ്ങും, സ്പോയിലാവാൻ തുടങ്ങും. അതിൻ്റെ സെനസൻസ് പീരീഡ് കഴിയുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, അത് ഏജായി വാർദ്ധക്യത്തിലോട്ടെത്തി അത് സ്പോയിലായിട്ട് പോകും. ഇനി അടുത്തതാണ് എൻസൈമാറ്റിക് ബ്രൗണിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആപ്പിൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ബ്രൗൺ പിഗ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്സിജനായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കും ബ്രൗൺ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എൻസൈമാറ്റിക് ബ്രൗണിങ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള ഫിനോലേസസ് ആൻഡ് പോളിഫിനോൾസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസുകൾ ഓക്സിഡൈസ് ചെയ്ത് ഓർത്തോക്വിനോൺ എന്ന് പറയുന്ന ഒരു എൻസൈമായിട്ട് മാറും. ഈ ഓർത്തോക്വിനോണാണ് പിന്നീട് പോളിമറൈസേഷൻ ചെയ്ത് ഒരു ബ്രൗൺ പിഗ്മെൻ്റ് ആയിട്ട് മാറും. ആ ബ്രൗൺ പിഗ്മെൻറ്റിൻ്റെ പറയുന്ന പേരാണ് മെലാനിൻ എന്ന്. സോ ഈ മെലാനിനാണ് നമുക്ക് ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ബ്രൗൺ കളറിലോട്ട് മാറുന്നത്. സോ അപ്പോൾ എൻസൈംസിൻ്റെ പ്രസൻസ് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എൻസൈമാറ്റിക് ബ്രൗണിങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടുത്തെ പിഗ്മെൻ്റ് ഏതാണ്, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ബ്രൗൺ കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻ്റ് ആണ് മെലാനിൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഷുഗർ ടു സ്റ്റാർച്ച് കൺവേർഷൻ ഇൻ പ്ലാന്റ് ടിഷ്യൂസ് ബൈ അമിലേസസ്. സോ ഷുഗർ ഫോമിൽ ഇരിക്കുന്നതിനെ സ്റ്റാർച്ചിലോട്ട് കൺവേർട്ട് ചെയ്യും. അമിലേസസ് കാർബോഹൈഡ്രേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണല്ലേ, കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷന് സഹായിക്കുന്നതാണ്. സോ അപ്പോൾ ഷുഗറിനെ സ്റ്റാർച്ചിലോട്ട് കൺവേർഷൻ നടക്കും. സോ ഇനി അടുത്ത സ്പോയിലേജ് ഡ്യൂ ടു ഇൻസെക്ട്സ് ആണ്. ഇൻസെക്റ്റ് പെസ്റ്റ് ആൻഡ് റോഡൻസ് ആണ്. ഇൻസെക്റ്റ് ആൻഡ് പെസ്റ്റ് അറ്റാക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ് ആൻഡ് ദ പ്രോസസ്ഡ് പ്രോഡക്റ്റ്. വാം ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ് പ്രൊമോട്ട് ഇൻസെക്റ്റ് ഗ്രോത്ത്. ഓൾത്തോ മോസ്റ്റ് ഇൻസെക്റ്റ് വിൽ നോട്ട് ബ്രീഡ് എബോവ് 35 degrees Celsius ഓർ ഫോൾ ബിലോ 10 degrees Celsius. സോ ഇൻസെക്ട്സ് അല്ലെങ്കിൽ പെസ്റ്റ്, നമ്മൾ പുഴുക്കൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ വണ്ടുകൾ. സോ ഇതൊക്കെ നമ്മുടെ ഫുഡുകളെ സ്പോയിൽ ചെയ്യും. ഇവർ വാം ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിലാണ് കൂടുതലും
ജീവിക്കുന്നത്. അവിടെ ഗ്രോത്ത് നടക്കണമെങ്കിൽ അവർക്കൊരു നോർമൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ബ്രീഡിങ് നടക്കണമെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതായത് 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും ആവരുത്, 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയും ആവരുത്. സോ അങ്ങനെ ഒരു നോർമൽ ഒരു ടെമ്പറേച്ചറിലാണെങ്കിൽ ഇവരുടെ ഗ്രോത്ത് നടക്കും. സോ ഇവരെന്തോ ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റും. പ്രസൻസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ് റെൻഡർ കൺസ്യൂമബിൾ, ലോസ് ഇൻ ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി, പ്രൊഡക്ഷൻ ഓഫ് ഫ്ലേവർ ആൻഡ് ആക്സിലറേഷൻ ഓഫ് ഡീകേ പ്രോസസ്. സോ ഇവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ഫുഡിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലേവർ, നമുക്കിഷ്ടമല്ലാത്തൊരു മണം, ഒരു വൃത്തികെട്ടൊരു സ്മെല്ല് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ആക്സിലറേഷൻ ഓഫ് ഡീകേ പ്രോസസ്സോ, അഴുകുന്ന പ്രോസസ്സ് പെട്ടെന്ന് ആക്സിലറേറ്റ് കൂട്ടും, പെട്ടെന്ന് ചീഞ്ഞു പോകും. പുഴുക്കൾ കയറിയ അല്ലെങ്കിൽ വണ്ടുകൾ കയറിയ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, പെട്ടെന്ന് അത് ചീത്തയായി പോകും, നശിച്ചു പോകും. ഇനി റാറ്റ് ആൻഡ് മൈസ് ക്യാരി ഡിസീസ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ഓൺ ദ ഫീറ്റ്, ഫീക്കസ് ആൻഡ് യൂറിൻ ആൻഡ് കണ്ടാമിനേറ്റ് ഫുഡ്. അതുപോലെ റാറ്റ്, മൈസ്, എലികൾ, പക്ഷികൾ, സോ ഇവരെയൊക്കെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസം കാണും, എന്തെങ്കിലും ഡിസീസ് വരുത്തുന്ന മൈക്രോ ഓർഗാനിസംസ് കാണും. സോ ഇത് ഈ ഫുഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡിനെ നമുക്ക് പല അസുഖങ്ങളും വരും. അതുപോലെ ഫുഡിനെ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയും, കണ്ടാമിനേറ്റ് ചെയ്ത് കളയും, സ്പോയിൽ ചെയ്യാൻ കാരണമാകും. ഇനി സ്പോയിൽ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻസ് ആണ് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആൻഡ് സൺലൈറ്റ്. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും. അതുപോലെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും സൺലൈറ്റിൻ്റെയൊക്കെ പ്രസൻസിൽ ഒരുപാട് റിയാക്ഷൻസ് നടന്ന് ഫുഡ് സ്പോയിലായി പോകും. അതായത് ലിപ്പിഡ് ഓക്സിഡേഷൻ ആൻഡ് നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്, ഡിറ്റീരിയോറേറ്റ് സെൻസറി ക്വാളിറ്റി, കളർ ആൻഡ് ഓഫ് ഫ്ലേവർ. ലിപ്പിഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് റാൻസിഡിറ്റിയാണ്. ലിപ്പിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റിൻ്റെ ഓക്സിഡേഷൻ നടന്ന് അത് കനച്ചു പോകുക എന്ന് പറയത്തില്ല, അതിനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിപ്പിഡിൻ്റെ ഓക്സിഡേഷൻ അതെന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണല്ലേ. സോ അത് നടന്ന് ഫുഡിൻ്റെ സെൻസറി ക്വാളിറ്റീസ്, അതായത് കളർ, ഫ്ലേവർ, ഇതെല്ലാം മാറും. സോ ഇതൊരു കെമിക്കൽ റിയാക്ഷൻസ് ഡ്യൂ ടു സ്പോയിലേജ് ആണ്. സ്പോയിലേജ് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതുപോലെ ലിപ്പിഡ് ഓക്സിഡേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലൈറ്റ്, ഓക്സിജൻ, ഹൈ ടെമ്പറേച്ചർ, അയൺ ആൻഡ് കോപ്പർ. സോ ലിപ്പിഡ് ഓക്സിജനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് ലൈറ്റ്, ഓക്സിജൻ, ഹൈ ടെമ്പറേച്ചർ, അയൺ, കോപ്പർ, ഇങ്ങനെയുള്ളവരുടെ പ്രസൻസുകൾ ലിപ്പിഡിൻ്റെ ഓക്സിഡേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് ആണ് പറയുന്നത്. ഫ്രൈയിങ്, കുക്കിംഗ്, സ്റ്റോറേജ് ഓഫ് ഡ്രൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഫുഡ് ത്രൂ മെയ്ലാർഡ് ആൻഡ് കാരമലൈസേഷൻ. ഇത് രണ്ട് റിയാക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് എന്ന് പറയുന്നത് നമുക്ക് അത് ഫുഡ് സ്പോയിലേജ് അല്ല, ഇവിടെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് കാലം അതിനെ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ഇതിൻ്റെ പിഗ്മെൻറ്റ് കളറ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഉദാഹരണം ഈ മെയ്ലാർഡ് റിയാക്ഷൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബ്രെഡുകളൊക്കെ കണ്ടിട്ടില്ലേ. സോ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് അവിടെ ഒരു പിഗ്മെൻറ്റ് കളർ ചേഞ്ചസ് വരുവാണല്ലേ. സോ ഒരു ബ്രൗൺ കളർ പിഗ്മെൻറ്റ് വരുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയുന്നത് അതിലുള്ള എൻസൈംസിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന കളറാണ്. പക്ഷേ ഇവിടെ നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് എന്ന് പറയുന്നത് ഇവിടെ എൻസൈംസിൻ്റെ പ്രസൻസ് അല്ല, ഹീറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടൻറ്റിൻ്റെ പ്രസൻസ് കാരണം ബ്രൗൺ കളർ അല്ലെങ്കിൽ കളർ ചേഞ്ച്, പിഗ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറും, കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ നോൺ എൻസൈമാറ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് പ്രോസസ്സ് എന്ന് പറയാം. ഇനി അത് ഏതിലൂടെയൊക്കെ ചെയ്യാം, നമുക്ക് ഈ ഒരു നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് മെയ്ലാർഡ് റിയാക്ഷനും കാരമലൈസേഷൻ ഓഫ് ഷുഗേഴ്സ് എന്നും പറയുന്നത്. സോ അപ്പോൾ എന്താണ് മെയ്ലാർഡ് റിയാക്ഷൻ എന്ന് നോക്കാം. റിയാക്ഷൻ ബിറ്റ്വീൻ റിഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് ആൻഡ് റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് ബ്ലാക്ക്, ബ്രൗൺ, ഇൻസോളബിൾ പിഗ്മെൻറ്റ്. സോ റിയാക്ഷൻ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡ്യൂസ് ഷുഗറും അമിനോ ആസിഡ്സും എന്തിൻ്റെ പ്രസൻസിലാണ്, ഹീറ്റിൻ്റെ പ്രസൻസിൽ അവർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ പിഗ്മെൻറ്റ്, ഇൻസോളബിൾ ആയിട്ടുള്ള പിഗ്മെൻ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു റിയാക്ഷനെ പറയുന്നതാണ് മെയ്ലാർഡ് റിയാക്ഷൻ. സോ അതിന് ഉദാഹരണമാണ് നമ്മൾ ബ്രെഡ്, പപ്സ് ഒക്കെ നമ്മൾ കഴിക്കത്തില്ലേ. സോ അപ്പോൾ അതിവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എൻസൈംസിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഫുഡിന് ഒരു ബ്രൗൺ കളർ വരുവാണ്. സോ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഷുഗേഴ്സ് റിഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അമിനോ ആസിഡ്സിൻ്റെ പ്രസൻസിൽ ഷുഗറും
അമിനോ ആസിഡ് റിഡ്യൂസ് ചെയ്യും. എന്തിൻ്റെ പ്രസൻസിലാണ്? ഹീറ്റിൻ്റെ പ്രസൻസിൽ. സോ അങ്ങനെ ഹീറ്റിന് ഉള്ളത് കൊണ്ട് അവരെന്ത് കളറിലോട്ട് മാറും? ഒന്നുകിൽ ബ്ലാക്ക്, ഹീറ്റ് കൂടി കഴിയുമ്പോൾ അത് ബ്ലാക്ക് ആവും. നോർമൽ ഒരു റേഞ്ച് ആണെങ്കിൽ അത് ബ്രൗൺ കളറിലോട്ട് വരും. ഈ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. കുറച്ച് ബ്ലാക്ക് കരിഞ്ഞു പോകുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റാതെ സ്പോയിലായി പോകുന്ന ഒരു അവസ്ഥയാവും. സോ ഇതാണ് മെയ്ലാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി കാരമലൈസേഷൻ ഓഫ് ഷുഗേഴ്സ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഹൈ ഹീറ്റ് ആൻഡ് ലോ മോയ്സ്ചർ കണ്ടൻറ്റ്. ഇവിടെ ഹീറ്റ് കൂടുതലായിരിക്കും, മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും, ഫുഡിൽ കുറവായിരിക്കും. നമ്മൾ പഞ്ചസാര എടുത്ത് ഉരുക്കുക എന്ന് പറയത്തില്ലേ, സോ അതാണ്. സോ അതെന്താണ്? അതിനെയാണ് നമ്മൾ കാരമലൈസേഷൻ ഓഫ് ഷുഗർ എന്ന് പറയുന്നത്, ആ പഞ്ചസാര ഉരുക്കുന്നത്. സോ അതൊരു നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് ആണ്. എൻസൈംസിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഈ ഒരു ഫുഡിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നു. സോ അതാണ് കാരമലൈസേഷൻ ഓഫ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ സ്പോയിലേജ് ഡ്യൂ ടു ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. ടെമ്പറേച്ചർ, മോയ്സ്ചർ, പ്രഷർ ക്യാൻ ഓൾസോ കോസ് ഫുഡ് സ്പോയിലേജ്. ടെമ്പറേച്ചറും മോയ്സ്ചർ അല്ലെങ്കിൽ പ്രഷർ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫുഡിനെ സ്പോയിലാക്കാൻ പറ്റും. ഇനി ഫിസിക്കോ കെമിക്കൽ റിയാക്ഷൻസ് ആർ കോസ്ഡ് ബൈ ഫ്രീസിങ്, ബേണിംഗ്, ഡ്രൈയിങ് ആൻഡ് ബ്രൂസിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡ്യൂറിങ് സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഫിസിക്കോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഒരുപാട് നാൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. സോ ഫ്രീസിങ് സമയത്ത് നമ്മൾ നേരത്തെ ഫ്രീസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയിൽ. സോ അങ്ങനെ വരുന്നത് അതെന്താണ്? ഒരു ഫുഡ് സ്പോയിലേജ് ആണ്. അതുപോലെ ബേണിങ്, നമ്മൾ ഫുഡ് ഒരുപാട് ഇതായിട്ട് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് പോകും. ഡ്രൈയിങ്, ഉണങ്ങിപ്പോവുക. പിന്നെ ബ്രൂസിങ് ഓഫ് ഫ്രൂട്ട്സ്, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തറയിൽ വീണ് ചതഞ്ഞ് പോവുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താവും? അതൊക്കെ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഇനി നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ബ്രൂസസ് വരല്ലേ, ചതഞ്ഞ് പോകും. സോ ഇതെല്ലാം എന്താണ്? ഒരു ഫിസിക്കൽ ഫാക്ടേഴ്സാണ് ഫുഡ് സ്പോയിൽ ചെയ്യാൻ പോകുന്നത്. ഇനി അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് ഓർ സ്റ്റോറേജ് കോസ് ഡിറ്റീരിയറേഷൻ ഇൻ കളർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡ്യൂ ടു ഡീഗ്രഡേഷൻ ഓഫ് ക്ലോറോഫിൽ റിസൾട്ടിങ് ഡൾ ഒലീവ് ബ്രൗൺ കളർ. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറേജ് ഒരുപാട് കാലം നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇതിലുള്ള നോർമൽ കളറും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസുള്ള നോർമൽ കളേഴ്സൊക്കെ ഫേഡ് ചെയ്ത് പോകും. ഇപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്നത് ചിലകൾക്ക് പച്ച നിറം നൽകുന്നതാണ്. സോ അപ്പം ഒരുപാട് നാൾ ഇരുന്ന് സ്റ്റോർ ചെയ്ത് കഴിയുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തൊക്കെ കഴിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്ലോറോഫിൽ നശിച്ചിട്ട് അത് എന്താവും? ഡൾ ഒലീവ് ബ്രൗൺ കളറിലോട്ട് മാറും. സോ ഇതൊക്കെ എന്താണ്? ഒരു ഫുഡ് സ്പോയിലേജ് കാരണമാണ്. അതുപോലെ ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. അത് ഫ്രഷ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡിൽ കാണുന്ന ഒരു കളറാണ്. വിത്ത് മെറ്റൽസ്, ഇത് ഏതെങ്കിലും മെറ്റൽസുമായിട്ടൊക്കെ റിയാക്ഷൻസ് നടന്ന് ഇതിൻ്റെ കളർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ ആന്തോസയാനിൻ എന്ന് പറയുന്നത് റെഡ് ഫ്രൂട്ട്സുകൾക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ റെഡ് കളേഴ്സ് കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ്. സോ അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കെമിക്കൽ അല്ലെങ്കിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ കളറിൽ വരുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് വരും. ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് റെഡ് കളറിലുള്ള ചെറീസ് ടിന്നുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഒരു പർപ്പിൾ കളറിൽ ഒരു ഡിറ്റീരിയർ ആകുന്ന ഒരു രീതിയിൽ പർപ്പിൾ കളറിലോട്ട് മാറും. സോ ഇതാണ് ഫിസിക്കൽ ഫാക്ടേഴ്സിന് ഉദാഹരണം. ഇനി മോസ്റ്റ് ഫുഡ് സ്പോയിലേജ് ഇസ് എ റിസൾട്ട് ഓഫ് മൈക്രോബിയൽ ആക്ടിവിറ്റി. Visible microbial growth may be apparent in the form of surface slime. Degradation of structural component of the food can cause a loss of texture, but the most common manifestation will be chemical products of microbial metabolism, gas, off odor and flavors. So നമ്മുടെ ഫുഡ് സ്പോയിലേജ് ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോബിയൽ ആക്ടിവിറ്റി, മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റീസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൽ വിസിബിൾ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ട്. അതായത് നമ്മൾ പ്രീവിയസിൽ ഓരോ ബാക്ടീരിയാസ് ആണെങ്കിൽ അവർ സ്ലൈം ഫോർമേഷൻ ആയിരിക്കും, ഫംഗസ് ആണെങ്കിൽ അവർ കോട്ടണി ടെക്സ്ചർ ആയിരിക്കും. സോ അതുപോലെയുള്ള വിസിബിൾ ആയിട്ടുള്ള ടെക്സ്ചർ അല്ലെങ്കിൽ ടെക്സ്ചറിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫുഡിൻ്റെ സർഫേസിൽ വരുന്ന സ്ലൈം ഫോർമേഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഓഫ് സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് കോസ് എ ലോസ് ഓഫ് ടെക്സ്ചർ. ഈ ഒരു നോർമൽ ഫുഡിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് മാറ്റിയിട്ട് അതിൻ്റെ ടെക്സ്ചർ മാറ്റിക്കളയുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മൈക്രോബിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഫുഡ് സ്പോയിലേജിന് കാരണമാകുന്നതാണ്. ബട്ട് ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ വിൽ ബി കെമിക്കൽ പ്രോഡക്ട്സ് ഓഫ് മൈക്രോബിയൽ മെറ്റബോളിസം. സോ ഇനി മൈക്രോബ്സ് തന്നെ ഈ ഒരു ഫുഡിൻ്റെ അകത്തിരുന്ന് അവർ മെറ്റബോളിസം നടക്കും. ആ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡുകൾ, ചില ചീത്തയായ ഫുഡുകളിൽ നിന്ന് ചെറിയ ഗ്യാസ് ഫോം ചെയ്യും. അതുപോലെ ഓഫ് ഫ്ലേവേഴ്സ്,
ഒരു വൃത്തികെട്ടൊരു സ്മെല്ല് ഫോം ചെയ്യും. അതുപോലെ ഫുഡിൻ്റെ ഫ്ലേവർ തന്നെ ടോട്ടലി മാറിക്കഴിയും. സോ അതെന്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത്? ഈ മൈക്രോബിയൽ ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കെമിക്കൽ പ്രോഡക്ട്സ് പുറത്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാസും ഫ്ലേവേഴ്സും നോർമൽ ഫ്ലേവർ എല്ലാം മാറിപ്പോകുന്നത്. സോ ഇതാണ് മോസ്റ്റ് ഫുഡ് സ്പോയിൽ, ബാക്ടീരിയൽ ആക്ടിവിറ്റി കാരണം വരുന്ന സ്പോയിലേജസ്. ഇത് ഓരോന്നും ഓരോ ഗ്രൂപ്പും എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്, അതിൽ വരുത്തുന്ന ടെക്സ്ചറിൻ്റെ മാറ്റമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫാക്ടർ എഫക്റ്റിംഗ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇനി മൈക്രോ ഓർഗാനിസംസ് കൂടാൻ അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണെന്ന് നോക്കാം. ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ആൻഡ് ദെയർ പ്രൊപ്പഗേഷൻ in the food is one of the important factors to food spoilage. So bacterial food spoilageന് ഏറ്റവും കാരണമാകുന്നതാണ് മൈക്രോബ്സ് അല്ലേ. മൈക്രോബ്സിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന സ്പോയിലേജ് ആണ്. സോ ഇവിടെ ദേ ഡിക്രീസ് ദ ന്യൂട്രിറ്റീവ് വാല്യൂ ആൻഡ് ഹോൾസംനെസ് ഓഫ് ഫുഡ്. ഇവരെന്തോ ചെയ്യുന്നത്, നമ്മുടെ ഫുഡിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അതിൻ്റെ ഘടകങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് കളയും. ഇനി ഇവരുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമുക്ക് ഈ മൈക്രോബിയൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇൻട്രിൻസിക് ഫാക്ടർ, എക്സ്ട്രിൻസിക് ഫാക്ടറും ആൻഡ് അതർ ഫാക്ടേഴ്സും. സോ എന്താണ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? വാട്ടർ ആക്ടിവിറ്റി. അതായത് ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡിൻ്റെ അകത്ത് തന്നെ ഉള്ള കണ്ടൻറ്റുകളുടെ പ്രസൻസ്. സോ അതായത് വാട്ടർ ആക്ടിവിറ്റി. ഇപ്പോൾ ഒരു ഫുഡിൻ്റെ അകത്ത് ഫുഡിൽ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ബാക്ടീരിയാസ് പെരുകാം. സോ വാട്ടറിൽ വളരുന്ന ബാക്ടീരിയാസിൻ്റെ ഇത് കൂടാം. സോ അതൊരു വാട്ടർ ആക്ടിവിറ്റി. സോ ഇൻട്രിൻസിക് ഫാക്ടറാണ്. അതുപോലെ pH ആൻഡ് റിഡോക്സൈറ്റ്, ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടോ, അതുപോലെ pH ലെവൽ. സോ ഇതെല്ലാം എന്താണ്, ഇൻട്രിൻസിക് ഫാക്ടറാണ്. അതുപോലെ ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ്. സോ ഇരിക്കുന്ന ഫുഡ് ഏതാണോ അതിൻ്റെ ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് അനുസരിച്ച് അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് നടക്കാം. അതുപോലെ ആൻറ്റി മൈക്രോബിയൽ പ്രസൻസ്, അതായത് ഫുഡിൻ്റെ അകത്ത് ഈ മൈക്രോബ്സ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയിൽ വരുന്ന ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് ഉണ്ടല്ലോ, അതേപോലത്തെ ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസ്. സോ അതെന്താണ്, ഇത് ഇൻട്രിൻസിക് ഫാക്ടർ. അത് ആ ഫുഡിൻ്റെ ഫാക്ടറാണ്. ഈ മൈക്രോബ്സിനെ എതിർക്കാനുള്ള ആൻറ്റി മൈക്രോബിയൽ ഫാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ അതിൻ്റെ പ്രസൻസ്. സോ അപ്പോൾ അത് എന്താണ്, ഈ മൈക്രോബിയൽ ഗ്രോത്തിനൊരു കാരണമാണ് ആൻറ്റി മൈക്രോബിയൽ പ്രസൻസ്. പിന്നെ അതുപോലെ ബയോളജിക്കൽ സ്ട്രക്ചർ. സോ ഈ ഒരു ഫുഡിൻ്റെ ബയോളജിക്കൽ സ്ട്രക്ചർ ഇതാണ്, ഇൻട്രിൻസിക് ഫാക്ടറാണ്. സോ ഇത്രയും ഇൻട്രിൻസിക് ഫാക്ടേഴ്സാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്ത്. ഇനി എക്സ്ട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത് പുറമേ നിന്ന് കിട്ടുന്നത്. സ്റ്റോറേജ് ടെമ്പറേച്ചർ, വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ ഏതാണ്, അതുപോലെ ഹ്യൂമിഡിറ്റി ഏതാണ്, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്, അതുപോലെ മൈക്രോബിയൽ ആക്ടിവിറ്റീസ്. സോ ഇതെല്ലാം എന്താണ്, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സാണ്. ഇനി അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോ റിയാക്ടിവിറ്റി, പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഇൻവേഡർ പെസ്റ്റ്, മിസ് ഹാൻഡ്ലിംഗ്, നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുക. സോ അങ്ങനെയൊക്കെ ഉള്ളത്. സോ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫുഡിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് വാട്ടർ ആക്ടിവിറ്റി, pH, റിഡോക്സ്, ഓക്സിഡേഷൻ, ന്യൂട്രിയൻ കണ്ടൻറ്റ്, അതുപോലെ ആൻറ്റി മൈക്രോബിയൽ പ്രസൻസ്, ബയോളജിക്കൽ സ്ട്രക്ചർ. സോ ഇത്രയുമാണ് ഫാക്ടർ എഫക്റ്റിംഗ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് ആൻഡ് അതർ കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ ഫുഡ്. സോ നമ്മളെ ഫുഡിലുള്ള ന്യൂട്രിയൻസിൽ വരുന്ന ചേഞ്ചസ്, അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെച്ചിരിക്കുക, പ്യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ പ്യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിലെ പ്രോട്ടീൻ കണ്ടൻറ്റിൻ്റെ ഡീഗ്രഡേഷൻ, പ്രോട്ടിയോളിറ്റിക് എൻസൈംസിൻ്റെ പ്രസൻസിൽ പ്രോട്ടീൻസ് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പ്യൂട്രിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അനൈറോബിക് ഡീഗ്രഡേഷൻ ഓഫ് പ്രോട്ടീൻ മേ റിസൾട്ട് ഇൻ ഓഫുൾ ഓർഡർ. സോ പ്രോട്ടീനിൽ വരുന്ന ഡീഗ്രഡേഷനെ പറയുന്നതാണ് നമ്മൾ പ്യൂട്രിഫിക്കേഷൻ. അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഇറച്ചി, സോ അങ്ങനെയുള്ള കണ്ടൻറ്റ് ഉണ്ടല്ലോ, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെ പ്രോട്ടീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് നശിച്ചു പോകുന്ന, സ്പോയിലാകുന്നതിന് നമ്മൾ പറയുന്നതാണ് പ്യൂട്രിഫിക്കേഷൻ. സോ അപ്പോൾ ഫാറ്റ് ആണെങ്കിൽ അത് റാൻസിഡിറ്റി എന്ന് പറയും. ഫാറ്റ് കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ചേർന്ന് നശിച്ചു പോകുന്നത് നമ്മൾ എന്ത് പറയും, റാൻസിഡിറ്റി എന്ന് പറയും. ഇവിടെ പ്രോട്ടീൻ്റെ ഡീഗ്രഡേഷൻ ബൈ എന്താണ്, പ്രോട്ടിയോളിറ്റിക് എൻസൈം, പ്രോട്ടീൻസിനെ ദഹിപ്പിക്കുന്ന എൻസൈംസ് കാരണം വരുന്ന പ്രോട്ടീൻ്റെ ഡീഗ്രഡേഷൻ നമ്മൾ പറയുന്നതാണ് പ്യൂട്രിഫിക്കേഷൻ. സോ അത് മറന്നു പോകരുത്, ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത കാർബോഹൈഡ്രേറ്റ്സ് ആർ എഫക്റ്റഡ് പ്രൈമർലി ബൈ ഈസ്റ്റ് ആൻഡ് മോൾഡ്. മൈക്രോബ് ഡീഗ്രേഡ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് ആൽക്കഹോൾ, ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ്, ബ്യൂട്രിക് ആസിഡ്. സോ ഇവിടെ കാർബോഹൈഡ്രേറ്റിനെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്ന എന്താണ്, ഈസ്റ്റ്, മോൾഡുകളാണ്.
ഈ മൈക്രോബ്സ് കാർബോഹൈഡ്രേറ്റിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എന്തായിട്ട് മാറ്റും? കാർബോഹൈഡ്രേറ്റിനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. സോ ഇതൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞായിരുന്നല്ലേ. പ്രൊപ്പിയോണിക് ആസിഡ് ഇങ്ങനെ പലതരത്തിലുള്ള ഇതിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി മൈക്രോബ്സ് ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഇൻറ്റു ഫുഡ് ടു പ്രൊഡ്യൂസ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റിൽ എന്തോ ചെയ്യുന്നത്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളായിട്ട് കൺവേർട്ട് ചെയ്യും മൈക്രോബ്സ്. ഇനി അസിഡിറ്റിയാണ് പറയുന്നത്. ഫുഡ് ഹാവിങ് pH ബിലോ 4.5 4.5 താഴെയുള്ള ഫുഡിന് നമ്മൾ അസിഡിക് എന്നും 4.5 കൂടുതൽ pH ഉള്ളവരെ നമ്മൾ നോൺ അസിഡിക് ഫുഡ്സ് എന്നുമാണ് പറയുന്നത്. ഇനി അസിഡിക് ഫുഡ്സ് ആർ മെയിൻലി സ്പോയിൽഡ് ബൈ മോൾഡ് ആൻഡ് ഈസ്റ്റ് ആൻഡ് നോൺ അസിഡിക് ഫുഡ്സ് ആർ പർട്ടിക്കുലർലി അറ്റാക്ഡ് ബൈ ബാക്ടീരിയ. അസിഡിക് ആയിട്ടുള്ള ഫുഡിനെ പ്രധാനമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് മോൾഡ് അല്ലെങ്കിൽ ഈസ്റ്റുകളായിരിക്കും. പക്ഷെ നോൺ അസിഡിക് ഫുഡ് ആണെങ്കിൽ അത് ബാക്ടീരിയാസ് ആയിരിക്കും. ഇനി വാട്ടർ കണ്ടന്റ്, മൈക്രോബ് റിക്വയർ അറ്റ്ലീസ്റ്റ് 13% ഓഫ് ഫ്രീ വാട്ടർ ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അവൈലബിൾ വാട്ടർ ഓർ വാട്ടർ ആക്ടിവിറ്റി. സോ മൈക്രോബ്സിന് എത്ര വേണം? 13% വാട്ടർ വേണം അതിൻ്റെ നോർമൽ ഒരു ഗ്രോത്തിന്. ദ അവൈലബിൾ വാട്ടർ ഓഫ് പ്യുവർ വാട്ടർ ഇസ് 1 ആൻഡ് ബാക്ടീരിയ ഈസ്റ്റ് ആൻഡ് മോൾഡ് റിക്വയർ 0.91, 0.88 ആൻഡ് 0.8 അവൈലബിൾ വാട്ടർ റെസ്പെക്റ്റീവ്ലി. ബാക്ടീരിയാസിന് 1 വേണം, വാട്ടർ അവൈലബിലിറ്റി 1 ആണ്. ഈസ്റ്റ് ആണെങ്കിൽ 0.9ഉം മോൾഡ് ആണെങ്കിൽ 0.88ഉം അല്ലെങ്കിൽ 0.8 ആയിരിക്കും അവർക്ക് വേണ്ട വാട്ടർ ആക്ടിവിറ്റി. ഫുഡ് പ്രിസർവ്ഡ് വിത്ത് സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ കോൺസെൻട്രേഷൻ ഡു നോട്ട് സപ്പോർട്ട് ഗ്രോത്ത് ഓഫ് മോസ്റ്റ് മൈക്രോബ്സ്. സോ ഫുഡ് നമ്മൾ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ കോൺസെൻട്രേഷനിൽ ഉള്ളതിൽ മൈക്രോബ്സിൻ്റെ വളർച്ച കുറവായിരിക്കും. എക്സാമ്പിൾ സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് 5 to 15 ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ വേറസ് മോൾഡ് ആൻഡ് സം ഈസ്റ്റ് ക്യാൻ ടോളറേറ്റ് 50%. സോ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻസിൽ ബാക്ടീരിയാസ് വളരാൻ പാടായിരിക്കും. പക്ഷേ അവിടെ എന്താണ് മോൾഡ്, ഈസ്റ്റ്, നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതിലൊക്കെ ബാക്ടീരിയാസിനെക്കാളും കൂടുതൽ എന്താണ് ഒരു പൂപ്പൽ പിടിച്ചിരിക്കുക. സോ മോൾഡ് അല്ലെങ്കിൽ ഈസ്റ്റ് ആണ് അതിൽ സ്പോയിലാക്കാൻ കാരണമാകുന്നത്. The physical and environmental factors ആണ്. ടെമ്പറേച്ചർ 20 to 50 degree is suitable for growth of microbes. മൈക്രോബ്സിൻ്റെ suitable growth 20 to 50 degree Celsius ആണ്. Bacterial pathogens of fruits and vegetables will grow between 6 and 35 degrees Celsius. Bacterial pathogen fruits and vegetablesൽ കാണുന്ന ബാക്ടീരിയൽ പതോജൻസ് അവർ 6 അല്ലെങ്കിൽ 35 degree Celsiusനകത്ത് വളരുന്നവരാണ്. Some fungi, Botrytis cinerea will survive and even grow at 1 degree Celsius on agriculture produce. സോ ഇനി അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എയറോബിക് ആൻഡ് അനേറോബിക്, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെയും വളരുന്ന മൈക്രോബ്സ് ഉണ്ട്. അനേറോബിക് മൈക്രോ ഓർഗാനിസംസ് ആർ മെയിൻലി ഇൻവോൾവ് ഇൻ ദ സ്പോയിലേജ് ഓഫ് എയർ ടൈറ്റ് ക്യാൻഡ് ഫുഡ് അണ്ടർ അനേറോബിക് കണ്ടീഷൻ. ഓക്സിജൻ ഇസ് നെസസറി ഫോർ മോൾഡ് ഗ്രോത്ത്. പ്രസൻസ് ഓഫ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആണ്. ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഒറിജിനലി പ്രസൻറ്റ് ഇൻ ഫുഡ് ആഡഡ് പർപ്പസ്ഫുള്ളി ഓർ ആക്സിഡൻ്റലി ഓർ ഡെവലപ്ഡ് ദെയർ ബൈ പ്രിവെൻറ്റ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓരോ ഫുഡിൻ്റെ അകത്ത് തന്നെയും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഉള്ള കണക്ക് ഓരോന്നിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തുണ്ട്, വരുന്ന മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കാനുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ട്. അത് ചിലതിലുണ്ട്, ചിലതിൽ നമ്മൾ എന്ത് ചെയ്യും, പർപ്പസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ചുകൂടെ ഷെൽ ലൈഫ് കുറച്ചുകൂടി ഇരിക്കണമെങ്കിൽ അത് നമ്മൾ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി ആഡ് ചെയ്ത് കൊടുക്കും. ചിലതിൽ അതെന്ത് ചെയ്യും, അത് നോർമലി അതിൻ്റെ ഫുഡിൻ്റെ സ്ട്രക്ചറിൽ കാണപ്പെടും. സോ ഇതാണ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ സ്ട്രക്ചർ, ദ ഇന്നർ പാർട്ട് ഓഫ് ഹോൾ ഹെൽത്തി ടിഷ്യൂ ഓഫ് ലിവിങ് പ്ലാന്റ് ആൻഡ് ആനിമൽസ് ആർ ഐദർ സ്റ്റെറൈൽ ഓർ ലോ ഇൻ മൈക്രോബിയൽ കണ്ടൻറ്റ്. സോ ഒരു ഫ്രൂട്ടിൻ്റെ അകത്തെന്ന് പറയുന്നത് കൂടുതലും സ്റ്റെറൈലായിരിക്കും, അവിടെ മൈക്രോബിയൽ കണ്ടൻറ്റ് കുറവായിരിക്കും. നാച്ചുറൽ കവറിങ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എൻട്രി ഓഫ് മൈക്രോബ്സ്. സോ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ പുറത്തുള്ള കവറിങ് എന്ന് പറയുന്നത് ഇതൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ബയോളജിക്കൽ സ്ട്രക്ചറാണ് ഫ്രൂട്ട്സ്. ആൻഡ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യില്ല, നശിച്ച് പോവില്ല. സോ അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് നമ്മുടെ ഫുഡുകൾക്ക് ഉള്ളത്. ഇനി നമ്മൾ ഈ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ അല്ലെങ്കിൽ സ്പോയിലേജിൻ്റെ ബേസിസിൽ അതിന് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പെറിഷബിൾ ഫുഡ്, സെമി പെറിഷബിൾ ഫുഡ്, നോൺ പെറിഷബിൾ ഫുഡ്. സോ സെമി പെറിഷബിൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഫുഡ്സ് ദാറ്റ് ആർ റെഡിലി സ്പോയിൽഡ് ആൻഡ് റിക്വയർ സ്പെഷ്യൽ
പ്രിസർവേഷൻ ആൻഡ് സ്റ്റോറേജ് കണ്ടീഷൻ. അതായത് പെട്ടെന്ന് നമ്മൾ നശിച്ചു പോകുന്ന ഫുഡ്, അതായത് പാല്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, സോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ഒരുപാട് നാളും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ ആവശ്യത്തിന് വാങ്ങിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ പെരിഷബിൾ ഫുഡ്സ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് സ്പോയിലായി പോകുന്ന, ഒരുപാട് ഷെൽ ലൈഫ് ഇല്ലാത്ത ഫുഡുകൾ നമ്മൾ പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയും. സോ ഉദാഹരണം മിൽക്കൊന്നും നമ്മൾ അധിക കാലം ഒരുപാട് നാൾ വെച്ചിരിക്കാൻ പറ്റില്ല അല്ലേ, ചീത്തയായി പോകും. സോ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, സോ ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താണ്, പെരിഷബിൾ ഫുഡ്സ് ആണ്. ഇനി സെമി പെരിഷബിൾ എന്ന് പറയും. ഈ ഫുഡ് ഈസ് പ്രോപ്പർലി സ്റ്റോർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ. സോ ഇത് കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇത് എന്താണ് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറച്ച് കാലം എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. ഉദാഹരണം പൊട്ടറ്റോസ്, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കുറച്ച് നാൾ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോസൊക്കെ കുറച്ച് കാലം ഇരുന്ന് കഴിഞ്ഞാൽ, കോൺസ് ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ചീത്തയായി പോകത്തില്ല. സോ അങ്ങനെ കുറച്ച് കാലം നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്താൽ കുറച്ച് കാലം ഇരിക്കുന്നതാണെങ്കിൽ അത് സെമി പെറിഷബിൾ ആണ്. ഇനി നോൺ പെറിഷബിൾ ഫുഡ്സ് ഉണ്ട്. ഫുഡ് റിമെയിൻസ് ഇൻ ഗുഡ് ഫോം ഫോർ ലോങ് ഡ്യൂറേഷൻ അൺലെസ് ഹാൻഡിൽഡ് ഇംപ്രോപ്പർലി. സോ ഇത് എത്ര കാലം ഇരുന്നാലും, എത്ര കാലമല്ല, ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് നമ്മൾ ഇംപ്രോപ്പറായിട്ട് നമ്മൾ വെച്ചാൽ പോലും അത് നശിച്ച് പോകത്തില്ല. ഉദാഹരണം പഞ്ചസാര, ഷുഗർ, അതുപോലെ മാവുകൾ. സോ ഇതൊക്കെ ഈ ഒരു സമയത്തിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് കാലം ഇരിക്കും. അതുപോലെ സിറിയൽ പ്രോഡക്ട്സുകൾ, പയർ വർഗ്ഗങ്ങൾ, അരികൾ, ഇതൊന്നും പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ചീത്തയായി പോവില്ല. സോ അതാണ് നോൺ പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ചിരിക്കുക. പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് സ്പോയിലേജ് നടക്കാൻ ചാൻസ് ഉള്ള ഫുഡ്, ഉദാഹരണം മിൽക്ക്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഫിഷ്, സോ അങ്ങനെയുള്ള. സെമി പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാലം നമ്മൾ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറച്ച് കാലം ഇരിക്കും. നോൺ പെറിഷബിൾ എന്ന് പറയുന്നത് കുറേ കാലം നമുക്കൊരു കുറച്ച് കാലം സൂക്ഷിച്ച് നല്ല ഇംപ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്താൽ പോലും ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ്, അതായത് സിറിയൽ പ്രോഡക്ട്സ്, പൾസസ്, ലെഗ്യൂംസ്, സോ അതുപോലെ ഷുഗർ, ഫ്ലോർ, മാവുകൾ, സോ പഞ്ചസാര, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ പെറിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. സോ ഓക്കെ, താങ്ക് യു.